ഹലോ, പ്രൈസ് ദി ലോർഡ്. വി ആർ പ്രഷ്യസ് ടു ഗോഡ്. ഞാനിന്ന് ചെറിയൊരു ക്രാഫ്റ്റ് ഐഡിയ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രെയർ ഒക്കെ എഴുതി വെക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. ആർക്കും ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ പ്രെയർ റിക്വസ്റ്റ് ഒക്കെ എഴുതി വെക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയായിരിക്കില്ലേ ചൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും ശക്തമായ ആയുധമാണ്. പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒട്ടും നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന അസാധ്യങ്ങളെ വരെ സാധ്യമാക്കാൻ പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നതാണ് സത്യം. പ്രാർത്ഥന എന്നത് ദൈവമായുള്ള ഒരു സംഭാഷണമാണ്. സ്ഥിരമായ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മെ ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് നയിക്കും. നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയൊക്കെ കാണാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യേശു പ്രകാരം പറയുന്നുണ്ടല്ലേ അവിടെ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കാനായി ദൈവസന്നിധിയിൽ വരേണ്ടത്. സ്ഥിരമായ ഒരു പ്രാർത്ഥന ജീവിതം നമ്മൾ വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ജീവിതം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും പിശാചിന് തകർക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കണ്ടെത്തണം. എന്നിട്ട് കഴിവതും എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. നമുക്കൊരു ദിവസം 24 മണിക്കൂർ ഉണ്ടല്ലേ. ഏത് സമയവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കാം. നമുക്ക് ഏത് സമയവും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം അല്ലേ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് 6 മണി, 9 മണി, 12, 3 എന്നീ സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രത്യേക ഒരു പവർ തോന്നിയിട്ടുണ്ട്. പിന്നെ വാർഫെയർ ആണ് വേണ്ടതെങ്കിൽ, അതായത് ഒരു ഡിമോണിക് അറ്റാക്കിൽ നിന്നൊരു ഡെലിവറൻസ് ഒക്കെയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും രാത്രി 12 മണി മുതലൊക്കെ ഇരുന്നാൽ ഒരു പ്രത്യേക ഒരു അഭിഷേകം, ഒരു ദൈവ സാന്നിധ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ കഴിവതും നമ്മുടെ പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതി വെക്കണം. എന്നിട്ട് അതിൽ കൈവച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയത്തില് വിടുതൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഒറ്റയ്ക്കായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന നമ്മൾ വളർത്തിയെടുക്കണം. അത് നമ്മെ വളരെയധികം ആത്മീയമായിട്ട് ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. എന്ത് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകാതെ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. ഗോഡ് ബ്ലെസ് യു.